ക്ലാര പറഞ്ഞ കാര്യം ഒന്ന് അലക്സിനെ വിളിച്ച് പറഞ്ഞു നോക്കിയാലോ? ലിയയോ? ഇവളെന്താ ഈ നേരത്ത്? ഹലോ. ഹലോ, താൻ ഉറങ്ങില്ലായിരുന്നോ? ഇല്ല, കിടക്കാനാവുന്നതേ ഉള്ളൂ. അല്ല, നീ കിടന്നായിരുന്നോ? ഇല്ലടോ, ഞാൻ ജസ്റ്റ് ഒരു മൂവി കാണുമായിരുന്നു. ഓ, ആണല്ലേ. അല്ല, താൻ എന്തെടുക്കുവാ? ഞാനിപ്പോ ക്ലാരയായി സംസാരിച്ചിരിക്കുവായിരുന്നു. ആഹാ, ക്ലാര വന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, കാളിലാ. ഓ അങ്ങനെ. അല്ല, താനിപ്പോ എന്തിനാ എന്നെ വിളിച്ചേ? അതെന്താ അങ്ങനെ? എനിക്കെന്താ നിന്നെ വിളിക്കാൻ പാടില്ലേ? അല്ല, കുറച്ചു മുമ്പ് വരെ നമ്മൾ വീഡിയോ കോൾ ചെയ്തതല്ലേ ഉള്ളൂ, പിന്നെയും വിളിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. അത് പിന്നെ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അലക്സ്. ഇപ്പൊ എനിക്ക് നിന്നെ കാണാൻ തോന്നുവാ. ഞാനത് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. എന്ത്? എനിക്കും തന്നെ മിസ് ചെയ്യുന്ന കാര്യം. ആഹാ, നിനക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? എന്നാ പിന്നെ നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? ആഹാ, ആ ഐഡിയ കൊള്ളാലോ. എവിടെ വെച്ച് എപ്പോഴാ മീറ്റ് ചെയ്യേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിയേക്കാം. അത് നാളെ രാത്രി ഒരു 10 മണിക്ക് നീ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാ മതി. രാത്രി 10 മണിക്ക് തന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനോ? അതൊക്കെ റിസ്ക് അല്ലേടോ, നമുക്ക് രാവിലെ മറ്റോ പോയാ പോരെ? രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒന്നും അമ്മ സമ്മതിക്കില്ല, അതുകൊണ്ടാ. അപ്പോ രാത്രി അമ്മ സമ്മതിക്കോ? ഇല്ലാന്നേ, അമ്മ കാണാതിറങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു. നിനക്ക് വരാൻ പറ്റുമോ? എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എപ്പോ വേണേലും വരാം. തനിക്ക് പ്രോബ്ലം ആവാതെ നോക്കിയാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ രാത്രി കറക്റ്റ് 10 മണിക്ക് നീ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അമ്മയുടെ കയ്യിൽ പെടാതെ ഞാനും വരുന്നു. ഓക്കെ, സെറ്റ്. സെറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ക്ലാരയായിരുന്നോ? ഹലോ ഡി. എന്തായി മാഡം? അലക്സിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ? അതൊക്കെ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞല്ലോ. ശരി, കൊള്ളാലോ നീ. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ ആദ്യമൊക്കെ രാത്രി മീറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ സമ്മതിച്ചില്ല, പിന്നെ ഞാനങ്ങ് സമ്മതിപ്പിച്ചെടുത്തു. അല്ലേലും നീ പണ്ടേ ആളെ കുപ്പിയിലാക്കാൻ മിടുക്കിയാണല്ലോ. അതല്ലേ ആ പാവ അലക്സ് നിന്റെ വലയില് വീണത്. ഇതേ പെണ്ണെ, നീ വെറുതെ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണ്ണെ. നിങ്ങളെ അടിച്ചു പൊളിക്ക്. അമ്മ എങ്ങാനും കണ്ടേ അമ്മ എന്നെ അടിച്ചു പൊളിക്കാതിരുന്നാ മതി. അതൊക്കെ നിന്റെ കയ്യിലിരിപ്പോലെ ഇരിക്കും. അതെ, എങ്ങനെയും എസ്കേപ്പ് ആയേ പറ്റൂ. പിന്നല്ല, അതൊക്കെ നിന്നെ കൊണ്ട് പറ്റും, നിസ്സാരം. മതി മതി, നീ കൂടുതൽ പറഞ്ഞാലേ എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി പോവും. ശരി, ഇപ്പൊ ഐഡിയ പറഞ്ഞു തന്ന ഞാൻ ആരായി? അവനായി, ശവമായി. എന്നാ പിന്നെ ശരിയടി, എനിക്ക് ഒന്ന് അമ്മയുടെ കൂടെ ജംഗ്ഷൻ വരെ പോവാനുണ്ട്. ആടി ശരി, എന്നാ പിന്നെ നീ പോയിട്ട് വായോ, ഞാൻ നിന്നെ രാത്രി വിളിക്കാം. ഓക്കേടി മുത്തേ, സെറ്റ്. അലക്സ്, നീ റെഡിയായോ? ഞാൻ എപ്പോ റെഡി. ഞാനെന്നാ ഇറങ്ങട്ടെ? ഇറങ്ങിക്കോ. നീയേ എത്തിയാ വിളിക്കേ. വിളിക്കാം. അല്ല, തന്റെ അമ്മയൊക്കെ ഇറങ്ങിയോ? അമ്മയ്ക്ക് ഇറങ്ങി. ഇനി ഒച്ചയും ബഹളൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങണം, അതാ ടാസ്ക്. തന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, രാത്രിയൊക്കെ മീറ്റ് ചെയ്യുന്നത് റിസ്ക് ആണ്. അതൊന്നും കുഴപ്പമില്ല, എത്ര റിസ്ക് ആണേലും എനിക്കിപ്പോ നിന്നെ കണ്ടേ പറ്റൂ. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, അതോർത്ത് നീ വെറുതെ ടെൻഷൻ ആവണ്ട. നീ വേഗം ഇറങ്ങാൻ നോക്ക്. എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? വേഗായിക്കോട്ടെ. അമ്മയെങ്ങാനും പെണീറ്റ തീർന്ന്. ഈ അലക്സ് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇവിടെ എത്തേണ്ട ടൈം കഴിഞ്ഞല്ലോ. ഞാനിവിടെ എത്തി കേട്ടോ, താൻ വേഗം ഇറങ്ങാൻ നോക്ക്. എത്തിയോ? ദേ ഞാനിപ്പോ ഇറങ്ങാം. ശരി. അമ്മ നല്ല ഉറക്കത്തിലാ, വേഗം എസ്കേപ്പ് ആവാം.
അയ്യോ, ഇതിന് വീയാൻ പറ്റിയ സമയം. ആരാ അവിടെ? എന്താ ഒരു ഒച്ചയും ബഹളവും? അത് പിന്നെ അമ്മ, ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാ. എന്നാ പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ കിടക്കാൻ നോക്കു വച്ചേ. ആ അമ്മ, ഞാൻ കിടന്നോളാം, അമ്മ കിടന്നോ. ഓ, രക്ഷപ്പെട്ടു. ഇനി ഒന്നും തറയില് വീയാതിരുന്നാ മതിയായിരുന്നു. ഈ ലിയ എന്താ ഇത്രയും ടൈം എടുക്കുന്നേ? ഇനി അവളുടെ അമ്മ എങ്ങാനും കണ്ടു കാണുമോ? ആരടി അവിടെ? നത്തിങ് മമ്മി. വേഗം ഇവിടുന്ന് ഓടാം, അല്ലാതെ വേറെ വഴിയില്ല. ലിയ എന്താ ഇത്? സ്റ്റെയർന്നൊക്കെ ഓടുമ്പോ സൂക്ഷിക്കണ്ടേ? അത് പിന്നെ അമ്മ എണീക്കുന്നോർത്ത് വേഗം ഇറങ്ങിയതാ. ആ ബെസ്റ്റ്. ഇപ്പം താൻ എത്താറയില് വീഴുന്ന ശബ്ദം കേട്ടിട്ടായിരുന്നു അമ്മ എണീക്കേണ്ടത്. അതിനിപ്പോ ഞാൻ വീടില്ലല്ലോ. ഇപ്പൊ വീഴേണ്ടതായിരുന്നില്ലേ? അപ്പൊ തന്നെ നീ എന്നെ പിടിച്ചല്ലോ. നീളപ്പോ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അലക്സ്, നമുക്ക് ഈ റോഡിലൂടെ നേരത്തെ നടന്നിട്ട് വന്നാലോ? ഡോ, അതൊക്കെ വേണോ? ഈ ടൈമില് ഈ റോഡിൽ നടക്കുന്നത് സേഫ് ആണോ? ആ, അതൊക്കെ സേഫ് ആണേ. സാധാരണ ഈ ടൈമിലൊന്നും ഇവിടെ അങ്ങനെ വണ്ടിയും ആളാർക്കും ഒന്നും ഉണ്ടാവാറില്ല. ആണോ? അങ്ങനെയാണേ വാ നടക്കാം. അല്ല, നീ എങ്ങനെ വന്നേ? ബൈക്കിലാണോ? അല്ലടോ, ഞാൻ കാറിലാ വന്നെ. ഷേ, നിനക്ക് ബൈക്ക് എടുക്കാൻ മേലായിരുന്നോ? അങ്ങനെയാണെ ഒരു നൈറ്റ് റൈഡ് ഒക്കെ ചെയ്യായിരുന്നു. ആഹാ, നീ ആള് കൊള്ളാലോ. അതൊക്കെ നമുക്ക് കല്യാണൊക്കെ കഴിഞ്ഞിട്ടാലേക്കാവേ. അങ്ങനെയാണെ അങ്ങനെ. അല്ല, നീ അവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നേ? കാറ് തന്റെ വീട്ടിന്റെ പിൻവശത്തൊരു റോഡില്ലേ, അവിടെ വെച്ചേക്കുന്നേ. ഓ, അവിടെയാണോ വെച്ചേ? അലക്സ്, നീ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ടല്ലോ. നമുക്ക് അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീമോ? ഈ രാത്രിയിലോ? അതെന്താ രാത്രി ഐസ്ക്രീം കഴിച്ചാല്? എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് മേടിച്ചു താ. ആ ശരി ശരി, മേടിച്ചു തരാം, വാ. താങ്ക് യു. ചേട്ടാ, ഒരു ഐസ്ക്രീം. ഒരു ഐസ്ക്രീമോ? അപ്പൊ നിനക്ക് വേണ്ടേ? എനിക്ക് തണുത്ത ഐറ്റംസ് ഒക്കെ രാത്രി കഴിച്ചാൽ ശരിയാവില്ലടോ, അതുകൊണ്ടാ. എന്നാലും ഒന്ന് കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് കഴിക്കേ. താൻ എന്നെ കൊലക്ക് കൊടുക്കോടോ? ഇതൊക്കെ ഒരു രസമല്ലേ? എന്നാ പിന്നെ 2 ഐസ്ക്രീം എടുത്തേട്ടാ. കഴിച്ചു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. വാ പോവാ. നടക്ക്. പുറകെ നാലോ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അലക്സ്, എനിക്ക് നിന്നെ എന്തൊരു മിസ് ചെയ്തെന്നറിയോ? ശരിക്കും ഈ 3 ദിവസം എന്തോ 1 മാസം കാണാതിരുന്ന ഫീലായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞ ഇവിടെ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അലക്സ്, നീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. താൻ പറഞ്ഞോ. എന്നിട്ട് നിനക്കൊന്നും പറയാനില്ലേ? എന്തു പറയാൻ? ഓ, അങ്ങനെയാലേ. അപ്പോ നിനക്ക് എന്നെ ഒട്ടും മിസ് ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ ചെയ്യാതെ. ഈ 3 ദിവസം കഴിഞ്ഞു കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. തന്നെ കാണാതെ ഇപ്പൊ ഒരു ദിവസം പോലും എനിക്ക് പറ്റുന്നില്ലടോ. പിന്നെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ, അതാ ആകെ ഒരു ആശ്വാസം. എനിക്കും. അലക്സ്, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? താനാദ്യം കാര്യം എന്താന്ന് വെച്ചാ ചോദിക്കേ. അത് ഞാൻ ചോദിച്ചാ നിനക്ക് ചിലപ്പോ സങ്കടാവും. ഏയ് ഇല്ലാന്നേ, താൻ ചോദിക്കേ. അത് പിന്നെ നിന്റെ പാരന്റ്സ് എപ്പോഴാ മരിച്ചത്? എങ്ങനെയാ മരിച്ചത്? അതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഓ, അതായിരുന്നോ? നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണേല് വേണ്ട. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ടാടോ, പറയാം. എന്റെ അച്ഛൻ, ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത മുഖം.
എന്റെ അമ്മയെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രമാത്രം ബുദ്ധിമുട്ടിച്ച മനുഷ്യൻ. ചെറുപ്പം തൊട്ടേ അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടിട്ടാ ഞാൻ വളർന്നത്. അമ്മയെ മാത്രമെന്നല്ല എന്നെ അടിക്കായിരുന്നു ഒരുപാട്. കുടിച്ചിട്ട് വന്നിട്ട് അമ്മ എന്തേലും ചോദിച്ചാ അമ്മ എന്നെ എടുത്ത് തല്ലും. ഒരുപാട് ഒരുപാട് തല്ലിയിട്ടുണ്ട്. കുടിച്ച് കുടിച്ച് അതൊരു ഹരായി മാറി. കുടിക്കാൻ കാശില്ലാതെ വരുമ്പോ അമ്മയുടെ കഴുത്തിലെ മാലയും വളയും മോതിരൊക്കെ കൊണ്ടുപോയി പണയം വെക്കും. എന്റെ മുമ്പിൽ നിന്ന് അമ്മയുടെ കഴുത്തുനിന്ന് മാല വലിച്ചു പറിച്ചെടുത്തത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊരു 8 വയസ്സ് കാണും. കുടിച്ച് കുടിച്ച് കരളിന് എന്തോ വലിയൊരു രോഗം വന്നിട്ട് അച്ഛൻ മരിച്ചു. അച്ഛൻ പോയതിനു ശേഷം അമ്മ എന്നെ നോക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കണ്ണിക്കണ്ട എല്ലാ ജോലിക്കും പോവായിരുന്നു അമ്മ. അപ്പൊക്കെ അമ്മയോട് ഞാനൊരു കാര്യം പറയായിരുന്നു. അമ്മ ഇപ്പോ അച്ഛനെ കൊണ്ട് അനുഭവിച്ചതിനെല്ലാം വലുതായ ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കുമെന്ന്. പക്ഷെ ആ വാക്കൊന്നും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ എന്റെ അമ്മയും എന്നെ വിട്ടുപോയി. അപ്പോ അമ്മക്ക് എന്താ സംഭവിച്ചേ? എന്നെ ഒരു 10 വയസ്സ് വരെയൊക്കെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയായിരുന്നു. പെട്ടെന്ന് അമ്മക്ക് കഴുത്തിനൊരു ചെറിയ വേദന വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞേ. വയ്യായിക എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വയ്യായികായിട്ടും അമ്മക്കൊരു റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എത്ര വയ്യാതെയാണേലും എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും അമ്മ ജോലിക്ക് പോവായിരുന്നു. പെട്ടെന്ന് അമ്മക്ക് തീരെ വയ്യാതെയായി. കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത വിധമായി. അമ്മ കിടപ്പിലായി. അന്ന് തൊട്ടേ ഞാൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് പറ്റുന്ന എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ ഞാൻ പോവായിരുന്നു. എന്തിന്? പത്രം കൊടുക്കാനും പാല് കറക്കാനും പാല് കൊണ്ടേ കൊടുക്കാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണേലും എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ അമ്മക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീട്ടിലാണേലും പച്ചക്കറിയും അരിയും സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മക്ക് സീരിയസ് ആയി. അമ്മക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും നെഞ്ചുവേദനയും ഒക്കെ വന്നു. അയൽക്കാരെല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. സീരിയസ് ആയതുകൊണ്ട് ICUലേക്ക് മാറ്റി. ICUല് അത്രയും സീരിയസ് സിറ്റുവേഷൻ ആയിട്ട് മോശം അവസ്ഥയ്ക്ക് കിടക്കുമ്പോഴും അമ്മയുടെ ഡോക്ടർ ചോദിച്ചു ആരെ കാണണമെന്ന്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് എന്റെ മോനെ കണ്ടാൽ മതി എന്നത്ര. പിന്നെ എന്നെ ICUലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്റെ അമ്മയെ കണ്ടു. അങ്ങനെ ഞാൻ എന്റെ അമ്മന്റെ അടുത്തേക്ക് പോയി. അപ്പോ അമ്മ എന്നോട് പറഞ്ഞ വാക്കിതായിരുന്നു. മോനെ, മോനോട് നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മോൻ കാരണം മോൻ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. മോൻ കാരണം മോൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല. ഇപ്പോ അമ്മ മരിക്കുവാണെങ്കിൽ പോലും മോന്റെ കാര്യം മോൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. മോന്റെ ജീവിതം കാരണം മോൻ മറ്റൊരാളെ ജീവിതം നശിപ്പിക്കാതിരിക്കാം. ഇതും പറഞ്ഞ് എന്റെ അമ്മ യാത്രയായി. എന്നേക്കായി എന്നെ തനിച്ചാക്കി അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മ പോയ പിന്നെ എന്റെ ജീവിതത്തിലെ വെളിച്ചം പോയി. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ വെളിച്ചം കണ്ടിട്ടില്ല. സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം താനും ജാക്കും ഒക്കെയാ. നിങ്ങളൊക്കെയാണോ ഇപ്പൊ എന്റെ ലൈഫിലെ ഹാപ്പിനെസ്. നിങ്ങളും കൂടി ഇല്ലേ പിന്നെ ഞാനില്ല. അലക്സ്, ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല. സോറി. ഹേ, അതൊന്നും സാരില്ലടോ. ഇത് പറയുമ്പോഴും ഓർക്കുമ്പോഴും എപ്പോഴും ഞാൻ ഇമോഷണൽ ആവും. ഇപ്പോ എന്റെ ലൈഫ് സ്റ്റോറി അറിയുന്ന രണ്ടേ ആളേ ഉള്ളൂ. താനും പിന്നെ ജാക്കും. ഇങ്ങനെ ഇമോഷണൽ ആവാൻ വേണ്ടിയിട്ടാണോ നമ്മളിപ്പോ മീറ്റ് ചെയ്തത്? കുറച്ച് ടൈമെങ്കിലും ഹാപ്പിയായി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയല്ലേ? അതൊക്കെ വിട്. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? നമുക്കൊരു സെൽഫി എടുത്താലോ? ആ, ഫോണൊക്കെ ഉണ്ട്. നിന്റെ ഫോൺ എവിടെ പോയി? എന്താ അലക്സ്, ഫോൺ എടുത്തില്ലായിരുന്നോ? ആ, ഫോണൊക്കെ എടുത്തായിരുന്നു. അയ്യോ, അത് ഐസ്ക്രീം ഷോപ്പിൽ വെച്ച് മറന്നു തോന്നുന്നേ. ഞാൻ വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. This is correct time. Let's go. അലക്സ്, നിനക്ക് ഞാനും കൂടി വരാം. ഇതൊന്ന് കിട്ടിക്കോട്ടെ. അലക്സ്, പുറകിലെ വണ്ടി. ലിയ, 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 കണ്ണ് തുറക്ക് ലിയ. ലിയ, ലിയ, തനിക്കൊന്നുമില്ല. ലിയ, നമുക്ക് സെൽഫി എടുക്കണ്ടേ? ലിയ, കണ്ണ് തുറക്ക് ലിയ. അലക്സ്, എനിക്കെന്താ അലക്സ് പറ്റി? അലക്സ്, നീ എന്നെ വിട്ട് പോവരുത്. നീ എന്നെ വിട്ട് എവിടേക്കും പോവരുത്. ലിയ, ലിയ, ഇല്ല, തനിക്കൊന്നുമില്ല.
ലിയ ലിയ ഇല്ല ലിയ കണ്ണു തുറക്ക് ലിയ തനിക്കൊന്നുമില്ല അലക്സ്, നിനക്കൊന്നും പറ്റില്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല, നീ പേടിക്കണ്ട. നീളപ്പോ എനിക്കെന്ത് സംഭവിക്കാനാ? നീളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ഇല്ല ലിയ, തനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് ജീവനുള്ളോളം കാലം തനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അലക്സ്, നീ എന്തിനാ കരയുന്നെ? നീ കരയാതെ എനിക്ക് I love you, Alex. I love you. ലിയ ലിയ ഇല്ല ലിയ, തനിക്കൊന്നുമില്ല ലിയ. കണ്ണു തുറക്ക് ലിയ, കണ്ണു തുറക്ക് ലിയ. ലിയ കണ്ണു തുറക്ക്, തനിക്കൊന്നുമില്ല ലിയ. കണ്ണു തുറക്ക്